ഇവരൊക്കെ അച്ഛന്റെ കൂട്ടുകാരായിരുന്നു ആദ്യം. എനിക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യം ആസിക്ക ബാലിച്ചേട്ടനൊക്കെ അച്ഛന്റെ കൂട്ടുകാരായിരുന്നു. ഞങ്ങള് അശോകന്റെ ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഇപ്പൊ നോക്കാൻ പറ്റില്ല അച്ഛനും അത്. ടൈം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരാളാണ്. ഒരു സമയം പറഞ്ഞാൽ ആ സമയത്തിന് 5 മിനിറ്റ് മുമ്പെങ്കിലും റെഡി ആയിട്ട് സ്ഥലത്തെത്തുക. നേരത്തെ ഇറങ്ങിയാലും കുഴപ്പമില്ല, വൈകരുത് എന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ മൊബൈലും കുത്തിക്കൊണ്ടിരിക്കണത് ഭയങ്കര വെറുപ്പാണ് അച്ഛന്. പക്ഷെ ഇപ്പൊ നേരെ തിരിച്ചാ. അച്ഛൻ ഇപ്പൊ ഫുൾ ടൈം കണ്ണടയും വെച്ചോണ്ട് ഈ സീനാണ്. ഫുൾ ന്യൂസും കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെയാണ്. ഇപ്പൊ അശോകേട്ടൻ ചിലപ്പോ ഇവന്റെ അടുത്ത് അത്ര ഇതായിട്ട് ചിലപ്പോ പറഞ്ഞ ഇവന്റെ ഇതിനെ കുറിച്ച് അത്ര പ്രൗഡാണെന്ന് ഇവന്റെ അടുത്ത് ചിലപ്പോ നേരിട്ട് അച്ഛൻ മോന്റെ അടുത്ത് പറയില്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ഭയങ്കര കാര്യമായിട്ട് ഇല്ല നന്നായിട്ടുണ്ട് പരിപാടികൾ. ഞാൻ ചിലപ്പോ മറ്റേ സാധനം എടുക്കും, ഓക്കെ എന്നൊക്കെ അടിച്ചു പോകും. രോമാഞ്ചം കഴിഞ്ഞപ്പോ ഭയങ്കര പ്രൊമോഷൻ ആയിരുന്നു തിയേറ്ററിന്റെ പുറത്ത്. രോമാഞ്ചം, ഈ ഭ്രമയുഗം, പിന്നെ പ്രണയവിലാസ് അച്ഛന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. ദേഷ്യമൊക്കെ പെടും, എന്തുകൊണ്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല, നിങ്ങൾ പ്രൊമോട്ട് ചെയ്യും. എന്റെ അടുത്തല്ല, പ്രൊഡക്ഷൻ ടീമിനെ വിളിച്ചൊക്കെ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയാം, സിനിമ തന്നെയാണ് ഇവരെല്ലാവരും, ലാലങ്ങളുടെ എല്ലാവരും തലയിലും നമ്മളെല്ലാവരും തലയില് സിനിമ തന്നെയാണ്.